എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന എം കീരവാണി സംഗീതമൊരുക്കുന്ന ഏറ്റവും പുതിയ സിനിമ വാരണാസിയുടെ ഒരു ടീസർ കട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മുമ്പ് അവരൊരു പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജുവേട്ടൻ പൃഥ്വിരാജ് അദ്ദേഹം ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നു. വീൽ ചെയറിന് 4 കൈകളുണ്ട്. അപ്പോൾ ഒക്ടോപ്പസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് സ്പൈഡർമാൻ, സോണിയുടെ സ്പൈഡർമാൻ സീരീസിൽ, പിന്നെ MCയിൽ വന്നിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ആയിട്ടാണ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര ബ്രില്യൻ മൈൻഡായിട്ടുള്ള ഒരാൾ, അയാൾ സ്വന്തം പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ടെക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ആംഗിളിൽ, പിന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് ആയിട്ടുള്ള സാദൃശ്യവും ഇരിപ്പിലുള്ള സാദൃശ്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സമയത്ത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ട്രോളാണ്. ട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് പുള്ളി ലോട്ടറി കച്ചവടം നടത്തുന്നത്, ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് വേറെ പല കാര്യങ്ങളും ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിൽ അതിനെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കതിനൊരു സൈഡിൽ അതിനെ പോസിറ്റീവായി കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പടത്തിൻ്റെ പ്രൊമോഷന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പൃഥ്വിരാജ് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്, രാജമൗലിയുടെ പടത്തിലാണുള്ളതെന്ന് പറയുന്നത് അത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നായി. പിന്നെ ഇതിനോട് സാദൃശ്യമുള്ള, ഇതിൽ എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള ആളാണ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പം വില്ലനെ ഭയങ്കര പവർഫുള്ളായി കാണിക്കുക എന്ന് പറയുന്നത് അത് രാജമൗലി സിനിമകളിലെ ഒരു വലിയ ഹൈലൈറ്റാണ്. വില്ലൻ എത്ര പവർഫുൾ ആവുന്നോ, നായകൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും വില്ലനെ തോൽപ്പിക്കുന്നതോടുകൂടി നായകൻ പവർഫുള്ളായിട്ട് മാറും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം രാജമൗലി എന്താണ് ഈ സിനിമയിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിനി കുറച്ച് നാളുകളും കൂടി ഉണ്ട് അതറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ മഹേഷ് ബാബുവിൻ്റെ ഒരു ടീസറാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. വാരണാസി ടു ദ വേൾഡ് ടി സീരീസ് മലയാളത്തിൽ അത് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഈ ടീസർ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഗാലക്സി ഒക്കെയാണല്ലോ കാണിക്കുന്നത്. ബാഹുബലി RRR. ഓൾഡ് വാരണാസിയാണോ? ബിൽഡിങ്ങുകൾ കുറവ്. 512 CE എന്താ? 2027 CE. ആസ്ട്രോയിഡ് സംഭവിയോ? റോസ് ഐസ് ഷെൽഫ്, അന്റാർട്ടിക്ക. എന്നാലും അന്റാർട്ടിക്കയിൽ മനുഷ്യന്മാരെ അള്ളിപ്പിടിച്ച് കയറുന്ന വിഷ്വൽ, അതിനിടയിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന കപ്പൽ. അങ്ങോട്ട് ആൾക്കാർ വീഴുന്നു. അംബോസലി വൈൽഡർനെസ്, ആഫ്രിക്ക. ഒരാൾ പാരച്യൂട്ടിൽ ഇറങ്ങുന്നുണ്ട് അവിടെ. കാലഘട്ടം മെൻഷൻ ചെയ്തിട്ടില്ല. ഹിപ്പോപ്പൊട്ടാമസ് കടിക്കാൻ ശ്രമിക്കുന്ന കടുവ. വനാഞ്ചൽ, അഗർബത്തി കേവ്. റെഡ് സാരി അല്ലേ? $7200 BC, ലങ്കാ നഗരം, ത്രേതായുഗ. ത്രേതായുഗത്തിന് ഹനുമാൻ. ഭയങ്കര വിഷ്വലൈസേഷൻ കേട്ടോ. വാനരപ്പട. മണികർണിക ഘട്ട്, വാരണാസി. ഇവിടെ ടൈമില്ല. തൃശ്ശൂർ. തൃശ്ശൂലും നന്ദികേശ്വരമാണ് ലോക്കറ്റ്. മഹേഷ് ബാബു രക്തം പൊടിഞ്ഞിട്ടുണ്ട്, അപ്പം മനുഷ്യൻ തന്നെയാണ്. വാരണാസിയാണ്. ഷർട്ടൊക്കെ പുതിയ ഫാഷനാണ്, പ്രസൻ്റ് ആയിരിക്കും.
നിങ്ങൾ റിയാക്ഷൻ പാർട്ട് കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ പാർട്ട് ഞാൻ കട്ട് ചെയ്ത് കളയും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പറയാം. വാരണാസി എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഗാലക്സി കൈൻഡ് ഓഫ് ഒരു സാധനമുണ്ട്. ഒരുപാട് സ്റ്റാർസൊക്കെ ഉള്ള ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഓരോ കാലഘട്ടം കാണിക്കുന്നുണ്ട്. CE BCE എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത് ഒരു ചരിത്രവുമായി ബന്ധപ്പെടുത്തി, അതായത് ഈ രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുന്നത് നമ്മളത് ഇതിഹാസങ്ങളായിട്ടാണ്, ഇതിഹാസ കഥകളായിട്ടാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതാണ് സത്യം, അതാണ് ചരിത്രം. ഈ ദേവന്മാരൊക്കെ ഭൂമിയിൽ ഇറങ്ങി ഉലാത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അത് അവരുടെ ഇഷ്ടം, അവരങ്ങനെ വിശ്വസിച്ചോട്ടെ, നമുക്ക് എതിർപ്പൊന്നുമില്ല. എന്തായാലും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആ ഒരു യൂണിവേഴ്സ് അതാണ് സംഭവമെങ്കിൽ അവിടെ ഓരോ കാലഘട്ടത്തിനെയും കുറിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ CE BC എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കുറിച്ചിട്ടുണ്ടാവുക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ മൃഗങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു സമയം കാണിക്കുന്ന സമയത്ത് അവിടെ പാരച്യൂട്ടിൽ ഒരാൾ പറന്നിറങ്ങുന്നൊരു വിഷ്വലുണ്ട്. അത് ഭയങ്കര അൺനാച്ചുറലാണ്. എന്ന് വെച്ചാൽ അങ്ങനെ അവിടെ പറന്നിറങ്ങണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ എയ്റോപ്ലെയിൻ ഉണ്ടാവണം. പക്ഷേ ആ എയ്റോപ്ലെയിനുള്ള സാധ്യതയോ അങ്ങനെയുള്ളതൊന്നും അവിടെ നമ്മൾ കണ്ടില്ല. കാര്യം ഇത് വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു ഭൂമിയാണ്. അവിടെ എവിടുന്ന് ചുമ്മാ ആകാശത്ത് നിന്ന് പൊട്ടി വീഴാൻ പറ്റുമോ? അതുപോലെ അഗർബത്തി കേവെന്നോ അഗർബത്തി യുഗയോ അങ്ങനെ എന്തൊരു സംഭവം കാണിക്കുന്ന സമയത്ത് ഒരു റെഡ് കളർ സാരി ഉടുത്തിട്ടുള്ളൊരു സ്ത്രീ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. ആ റെഡ് കളർ സാരി ഉടുത്ത് വീഴുന്നത് പ്രിയങ്ക ചോപ്രയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇവർ പുറത്ത് വിട്ടിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് പ്രിയങ്ക ചോപ്ര ബാക്കോട്ട് ഇങ്ങനെ നിന്നിട്ട് വെടിവെക്കുന്നതാണ്. ഇപ്പോൾ 2 ഗൺ യൂസ് ചെയ്ത് ഒരേ സമയം ഷൂട്ട് ചെയ്യുന്നതാണ്. അവരാ നിന്ന ആ ബോഡി ലാംഗ്വേജ്, ആ നിപ്പ് എന്നൊക്കെ പറയുന്നത് അവർ ആക്ച്വലി ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവർ ഈ പറയുന്ന ഇത്രയും പുറകോട്ട് പോകുന്നുണ്ട്. ഈ പിസ്റ്റൾസൊക്കെ യൂസ് ചെയ്യുന്ന ആ സമയത്ത് നിന്ന് ഇത്രയും ചരിത്രാതീത കാലത്തേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സാധനം ഓപ്പൺ ആവുന്നുണ്ട്, ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവലാണ് ഇതിൻ്റെ പ്രധാന സംഭവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മിക്കവാറും അത് വാരണാസിയിൽ ഈ പറയുന്ന എന്തൊരു ഉൽക്ക വരുന്നുണ്ടല്ലോ തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു ഉൽക്ക വന്ന് വീഴുന്നു, അതിൻ്റെ ഭാഗമായി ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പുള്ളിയുടെ ബ്രില്യൻസ് കൊണ്ട് ഈ ടൈം ലൈൻസിൻ്റെ ഇടയിലുള്ള ഈ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കാനുള്ളൊരു പരിപാടി പുള്ളി കണ്ടുപിടിക്കുന്നു, അങ്ങോട്ടേക്ക് പോകുന്നു. ഇയാൾ എന്തിനാണ് ഇത് ശരിയാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അയാൾക്ക് അമരത്വം നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ പരിമിതികളെ മറികടക്കാൻ പറ്റുന്ന വലിയ വലിയ ആയുധങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇയാൾ ഈ ചരിത്രാതീത കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും. പക്ഷേ ഈ വിശ്വാസികളുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പണ്ടേ എഴുതപ്പെട്ടിട്ടുള്ളതും അതിനുവേണ്ടി അതത് സമയങ്ങളിൽ അവതാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യാമെന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഈ നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള അവതാരമായിട്ട് മഹേഷ് ബാബുവിനെ കാണിക്കുകയായിരിക്കും. മഹേഷ് ബാബുവിന് ഇടയ്ക്ക് ദൈവത്തിൻ്റെ ശക്തി കിട്ടും. അങ്ങനെയാണിപ്പോൾ നമ്മൾ തെലുങ്കിലും കന്നഡയിലും ഇറങ്ങുന്ന പല സിനിമകളും എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റുക. ഈ ദൈവത്തിൻ്റെ ശക്തി അവസാന നിമിഷമാകുമ്പോൾ ചത്ത് വീഴുന്നതിന് തൊട്ട് മുമ്പ് നായകന് കിട്ടും. പിന്നെ നായകൻ അടിച്ചു പൊളിച്ച് ഉഷാറാക്കും എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇതിനകത്ത് ഈ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരാളെ പ്രസൻറ്റ് ചെയ്യുന്ന ഇത്രയും പാസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ രാജമൗലി പൊളിക്കും. കാരണം നിങ്ങൾ ആ രാമരാവണ യുദ്ധത്തിൻ്റെ ശ്രീലങ്കയിലെ ആ യുദ്ധത്തിൻ്റെ സംഭവമൊക്കെ കണ്ടായിരുന്നു. ആ ഹനുമാൻ്റെ സൈസ്, പുള്ളിയുടെ വാലിൽ കൂടിയാണ് ഒരു രഥം ഇങ്ങനെ പോകുന്നത്. ആൻഡ് കുറേ വാനരന്മാർ ഇങ്ങനെ മല പോലെ കൂടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ശ്രീരാമൻ അമ്പ ചെയ്യുന്നത്. അപ്പോൾ ഒരു രാക്ഷസൻ്റെ സൈസിലേക്ക് വളരാൻ ശ്രീരാമന് ആക്ച്വലി പറ്റേണ്ടതാണ്. പക്ഷേ അതിന് പകരം ഈ പറയുന്ന രീതിയിൽ ഹൈറ്റ് കൂട്ടിയിട്ട് അവിടെ നിന്നിട്ടാണ് പുള്ളി അമ്പ ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് വിട്ടിട്ടുമില്ല, എന്നാൽ ദേവനായി തന്നെ കാണിക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ രാമരാവണ യുദ്ധമൊക്കെ പുള്ളിക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രാജമൗലി ഏത് റേഞ്ചിൽ ആലോചിക്കും. ഇപ്പോൾ എത്രയോ വർഷം മുമ്പ് ബാഹുബലി ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ RRRൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഓരോ സ്പേസും അതിഗംഭീരമായിട്ട് ഉപയോഗിക്കും. വിഷ്വലി ആൻഡ് ഓഡിയോ വൈസ് സാധനം വേറെ ലെവൽ ഒരു ഐറ്റം തന്നെയായിരിക്കും. അതിന് പുള്ളി പ്രസൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സയൻസും പാസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഇതിഹാസ കഥകളിൽ നിന്ന് പുള്ളി ഒരു പാസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിനൊരു ടൈം ലൈൻ പുള്ളി ബിൽഡ് ചെയ്യും. അത് തന്നെ ഈ സിനിമയിലായിരിക്കും ആ ടൈം ലൈൻ പറയുന്നുണ്ടാവുക. CE BC എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന ഓരോ ഇടങ്ങളിലും എന്താണ് സംഭവിച്ചതെന്നൊക്കെ ആ ടൈം ലൈനിൽ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും. പിന്നെ കൽക്കി സിനിമ വന്നപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ലോകത്തെ അവസാന പട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കാശി, വാരണാസി അങ്ങനെയൊക്കെയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇതിനകത്ത് ഉണ്ടാവും. ലോകാവസാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെ തിരിച്ചു പിടിക്കാനുള്ള ആൾ വാരണാസിയിൽ നിന്ന് പുറപ്പെടുന്നു വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെയും കുറേ എലമെൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ രാജമൗലിയുടെ ഒരു ഫേവറിറ്റ്
ബിംബമാണ് രാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് RRR ഭീകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മോശമായിട്ടല്ല കേട്ടോ പറയുന്നത്, പക്ഷേ പുള്ളിയുടെ ഉള്ളിൽ ആ രാമൻ എന്ന് പറയുന്ന ബിംബം എത്രത്തോളം വലുതാണ് എന്നുള്ളതും അതിനെ ഇങ്ങനെ കൊമേഴ്ഷ്യലി കൊണ്ടുവരാമെന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. RRR ഭീമും റാമുമാണ്, അത് ആരെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് അതിൻ്റെ റിവ്യൂലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ റിവ്യൂ കണ്ടു നോക്കൂ, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ വേറെ ചെയ്യാവുന്നതാണ്. എനിവേ, ഒരു ഗംഭീര ഓഡിയോ വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയായിട്ടാണ്. നമ്മളെല്ലാവരും അതല്ലേ പ്രതീക്ഷിക്കുന്നത്, വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ വാരണാസിയുടെ ടീസർ കട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളായിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനൊരു ഗംഭീര പരിപാടി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.